ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഒരു HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നമുക്ക് ആക്ച്വലി നമ്മുടെ HDFC ബാങ്കിൻ്റെ റിഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ നോർമൽ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാം ഇഷ്ടം പോലെ എന്താ പറയുക ഇലക്ട്രോണിക്സ് പർച്ചേസുകൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള മിക്ക എല്ലാ ഷോപ്പിംഗ് കാറ്റഗറിയിൽ വരുമ്പോൾ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വരുന്ന HDFC ബാങ്കിൻ്റെ കാർഡുകൾക്കായിരിക്കും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് അല്ലേ, സ്മാർട്ട് ഫോൺസിന്, ഇപ്പോൾ ആപ്പിൾ ഐഫോൺസിന്, സാംസങ്ങിന്, അങ്ങനെ മോസ്റ്റ്ലി എല്ലാത്തിനും HDFC ബാങ്കിൻ്റെ ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഉണ്ടാവാറുണ്ട്. അതും ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു HDFC ക്രെഡിറ്റ് കാർഡ്, നോർമൽ ക്രെഡിറ്റ് കാർഡുകൾ കയ്യിലുള്ളത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഓഫറിൽ വന്നിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ്. 0 ജോയിൻ ഫീസ് ആയിട്ടാണ് ഇപ്പോൾ ഓഫറിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതൊരു എൻട്രി ലെവൽ കാർഡല്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന കാർഡെന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആനുവൽ ചാർജും ജോയിൻ ചാർജും പറഞ്ഞാൽ 2500 പ്ലസ് GST ആണ്. ഫസ്റ്റ് ഇയർ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ കൊല്ലം കൊടുക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത കൊല്ലം റിന്യൂ ആകാനായിട്ട് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസിങ്ങും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഇഡിയോട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ഓഫർ പീരീഡ് ഉണ്ട്, അതിനിടയിൽ അപ്ലൈ ചെയ്താൽ മാത്രം നമുക്ക് ഈ ഫസ്റ്റ് ഇയർ ഫ്രീ കിട്ടുള്ളൂ. ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, എപ്പോഴും അപ്ലൈ ചെയ്താൽ കിട്ടില്ല. ഞാൻ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ബാങ്കുകളുടെ, അതായത് HDFC ബാങ്കിൽ തന്നെ വേറെ ക്രെഡിറ്റ് കാർഡുകൾ, എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൊടുക്കുന്നുണ്ട് താഴെ. നമ്മുടെ സ്വിഗ്ഗി HDFC ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് ഇപ്പോഴും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഫീച്ചേഴ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് MMT ബ്ലാക്ക് ഗോൾഡും അതുപോലെ തന്നെ സ്വിഗ്ഗി വൺ മെമ്പർഷിപ്പും നമുക്ക് കാർഡ് ഇഷ്യൂവിൻ്റെ മുമ്പ് 1 lakh സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു കൊല്ലത്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് 150 രൂപ റീറ്റെയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻഷുറൻസ്, യൂട്ടിലിറ്റീസ് ഒക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ 150 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 റിവാർഡ് പോയിൻ്റാണ് കിട്ടുക. പിന്നെ ആക്സിലറേറ്റഡ് 5x റിവാർഡ് പോയിന്റ് കിട്ടും നമുക്ക് ഓൺ പർച്ചേസ് അറ്റ് മിന്ത്ര, മാർക്ക് ആൻഡ് സ്പെൻസർ, നൈക്ക, റിലയൻസിലൊക്കെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റും അഗെയിൻസ്റ്റ് സ്മാർട്ട് ബൈ ഫോർ നമ്മുടെ ഫ്ലൈറ്റ്സുകൾ, ഹോട്ടൽസ്, പ്രൊഡക്റ്റ് വൗച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് 12 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചേഴ്സ് വിസിറ്റ് ആനുവലി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6 കോംപ്ലിമെൻ്ററി ഇന്റർനാഷണൽ ലോഞ്ചേഴ്സും കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് പ്രയോറിറ്റി പാസ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചേഴ്സിൽ കാർഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രീമിയം ക്രെഡിറ്റ് കാർഡും അല്ല, എൻട്രി ലെവൽ കാർഡും അല്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന കാർഡെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. പിന്നെ നിങ്ങൾക്ക് 1.5 lakh ക്വാർട്ടർലി സ്പെൻഡ് മൈൽ സ്റ്റോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500 രൂപയുടെ മിന്ത്ര വോച്ചറോ അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റൽ വോച്ചറോ മാരിയറ്റ് വോച്ചറോ ഒക്കെ കിട്ടും. നിങ്ങൾക്ക് ആനുവൽ സ്പെൻഡ് ഓഫ് 5 lakh ഗ്രാൻഡ്സ് 5000 ഫ്ലൈറ്റ് വോച്ചേഴ്സ് കിട്ടുന്നത്. അതായത് 5 ലക്ഷം രൂപ നിങ്ങൾ ആനുവലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപയുടെ ഫ്ലൈറ്റ് വോച്ചേഴ്സും കിട്ടും. പിന്നെ നമുക്ക് സ്പെൻഡ് 4 lakh ആനുവലി ടു ഗെറ്റ് റിന്യൂ ഫീ. അതായത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഇയർ ഫ്രീ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തേക്ക് കൂടി ഫ്രീ വേണമെന്നുണ്ടെങ്കിൽ ആനുവലി 4 ലക്ഷം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്ത് കിട്ടാം. പിന്നെ നമുക്ക് ആക്സിഡൻ്റൽ എയർ ഡെത്ത് കവർ കിട്ടുന്നുണ്ട്, ഇൻഷുറൻസ് 1 lakh crore. പിന്നെ ഫോറക്സ് ചാർജ് കുറച്ച് കുറവാണ്, നോർമലി കമ്പയർ ചെയ്യുമ്പോൾ 2% വരുന്നുള്ളൂ. എമർജൻസി ഓവർസീസ് ഹോസ്പിറ്റലൈസേഷൻ കവർ കിട്ടുന്നുണ്ട് 15 ലക്ഷത്തിൻ്റെ. പിന്നെ നമുക്ക് മാക്സിമം 2000 റിവാർഡ് പോയിന്റ് ആണ് പെർ മന്ത് ഓൺ ഗ്രോസറി നമുക്ക് ക്യാപ്പിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ നമുക്ക് 2000 രൂപ ആണ്, 2000 റിവാർഡ് പോയിന്റ് ആണ് പെർ ഡേ മാക്സിമം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ നോക്കാൻ മറക്കണം. ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നോർമലി ഇപ്പോൾ 2024 പകുതി തൊട്ട് തന്നെ നമ്മുടെ RBIയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രഷർ കാരണം തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡുകളുടെ അപ്രൂവൽ റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഡെപ്റ്റ് കൂടുന്നത് കാരണം തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ലോണം എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഇടാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ അപ്രൂവൽ റേറ്റ് ഉണ്ട്, അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട വേണ്ടി. അപ്പോൾ കുറേ ചില ആൾക്കാരെ വന്ന് കമൻറ്റ് ചെയ്യണം അപ്ലൈ ചെയ്താലും കിട്ടുന്നില്ല. ഇത് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനം എന്താ പറയുക, പ്രീപെയ്ഡ് കാർഡൊന്നും അല്ല, അപ്ലൈ ചെയ്ത് അപ്പം തന്നെ കിട്ടാം. നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കിയാലേ കിട്ടുള്ളൂ. അത് എത്ര അപ്രൂവൽ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞാലും ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി. അല്ലാണ്ട് എനിക്കിപ്പോൾ എൻ്റെ ലിങ്ക് കോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് തന്നെയുള്ളൂ. പക്ഷേ അത് മാത്രം പോരല്ലോ, നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല, ചുമ്മാ പോയി ആരെങ്കിലും പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ബാങ്കുകൾക്ക് തലക്കിടാനൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ കുറേയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ഇത്രയധികം ഡെപ്റ്റ് കൂടി വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ RBI ഇത് ഇപ്പോൾ ഇത്രയധികം ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്രൂവൽ റേറ്റ് കുറവാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഓഫർ ബാങ്കുകൾ ഇങ്ങനെ ഫസ്റ്റ് ഇയർ ഫ്രീ അങ്ങനെ പറഞ്ഞ ഓഫറോ അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈമിൽ ലൈഫ് ടൈം ഫ്രീ അങ്ങനെയൊക്കെ ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ്, അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇതപ്പോൾ എൻ്റെ അപ്ലൈ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ കിട്ടുന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇത് തലയിൽ കയറാണ്ടാണോ അതോ കോമൺ സെൻസ് യൂസ് ചെയ്യാണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വരുന്നതാണ്, ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ
അതുപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറിൽ ഞാൻ താഴെ കൊടുത്തിട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GHH പോലെ മാത്രം പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ജോലി കാണാം.